ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപേ സീരിയൽ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ബബിത കൃഷ്ണമോളോട് ചോദിക്കാണ് എങ്ങനെയുണ്ട് രോഹിതേട്ടന് എന്ന്. അപ്പോ കൃഷ്ണമോള് പറയാണ് കംപ്ലീറ്റ് സറണ്ടർ. അലീന ചേച്ചിയുടെ മുന്നിൽ വെറും ആട്ടിൻകുട്ടിയാണ് എന്ന്. അലീന രോഹിത്തിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. മനു അലീനയെ മാഡം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോ അലീന പറയുന്നുണ്ട്, അയ്യോ ഞാൻ മാഡം ഒന്നുമല്ല, ഞാൻ വെറുമൊരു അനാഥയാണ്. അപ്പോ മനു പറയുന്നുണ്ട്, നാഥനില്ലെങ്കിലല്ലേ അനാഥയാകുന്നത്, നാഥനുണ്ടെങ്കിലോ? അലീന പറയുന്നുണ്ട്, എനിക്ക് മാഡം ഒന്നും ആകേണ്ട. പിന്നെ മനുവും അലീനയും കൂടി ബബിതയെ കോളേജിൽ കൊണ്ടുവിടാൻ പോകുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ സീനുണ്ടാകുന്നുണ്ട്. മനു ഹരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അലീനയെപ്പോലെ ആത്മത്യാഗം ചെയ്യാൻ ഒരു പെങ്ങളില്ലാത്തതാണ് അവന്റെ കുഴപ്പം. രോഹിത്തിനോട് മനു പറയാണ്, നീ സാധാരണ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും? നിന്റെ അച്ഛനാണോ, അമ്മയാണോ, അതോ സഹോദരിമാരാണോ? അല്ല, അത് അലീനയായിരിക്കും. രോഹിത്തിനെ അലീന ശുശ്രൂഷിക്കുന്നത് കാട്ടിക്കൊടുക്കാൻ വേണ്ടി കൃഷ്ണമോള് അച്ഛനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകഴിഞ്ഞ് ബബിത കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നമ്മളെ ദ്രോഹിച്ചവരോട് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുക എന്ന്. അപ്പോ കൃഷ്ണമോള് അതിന് മറുപടി പറയുന്നത്, അതാണ് അലീന ചേച്ചി. അലീന ചേച്ചിക്ക് മാത്രമേ അതിന് സാധിക്കൂ. അത് കഴിഞ്ഞ് അലീനയോട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, രോഹിത്തേട്ടന്റെ മനസ്സ് മാറാൻ എന്ത് മരുന്നാണ് ചേച്ചി പ്രയോഗിച്ചത് എന്ന്. അതിന് മരുന്നല്ല, മന്ത്രമാണ് പ്രയോഗിച്ചത് എന്ന് അലീന കൃഷ്ണമോൾക്ക് മറുപടി നൽകുന്നു. കൃഷ്ണമോള് അലീനയ്ക്ക് സന്തോഷം കൊണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. അതുകഴിഞ്ഞ് വൈജയന്തി ഗംഗേട്ടനെ വിളിച്ച് പരാതി പറയുകയാണ്. ഇത് എന്റെ വീടല്ലല്ലോ, ഇതിപ്പോൾ അലീനയുടെ വീടല്ലേ, അവളല്ലേ ഇവിടെ ഭരണം നടത്തുന്നത്. ബാലചന്ദ്രൻ ഭരണമെല്ലാം അവളെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ഗംഗേട്ടനെ വിളിച്ചു ഫോണിൽ പറയുന്നു. ഇതെല്ലാം അലീന നിസ്സഹായയോടെ കേൾക്കുന്നുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളിൽ അലീനയും വൈജയന്തിയും നേർക്കുനേരുള്ള യുദ്ധമായിരിക്കും. ഇങ്ങനെ ഒരു സൂചനയിലാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.